നമസ്കാരം. എപ്പിഡെമിയോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എപ്പിഡെമിയോളജിയിൽ നമ്മളിന്ന് പഠിക്കുന്നത് ഇൻഫെഷ്യസ് ഡിസീസുകളുടെ സാംക്രമിക രോഗങ്ങളുടെ എപ്പിഡെമിയോളജിയാണ് പഠിക്കുന്നത്. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് അടിസ്ഥാനമായി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എപ്പിഡെമിയോളജി. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുമ്പോൾ ഓരോ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ കൃത്യമായിട്ട് നമുക്കതിന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് നമ്മളതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള എപ്പിഡെമിയോളജി എന്താണെന്ന് പഠിക്കുക. ഓരോ രോഗത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ എപ്പിഡെമിയോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം എപ്പിഡെമിയോളജിയിൽ എന്തൊക്കെയാണ് അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വഴി തന്നെ പോവാം. എന്താണ് ഡെഫിനിഷനിൽ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജോൺ എം ലാസ്റ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെങ്കിൽ, epidemiology, the study of occurrence and distribution of health related events, states and process in specified population, including the study of the determinants influencing such process and the application of this knowledge to control relevant health problems ആണ്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഡെഫിനേഷനാണ്. സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് എപ്പിഡെമിയോളജി പറഞ്ഞാൽ അതൊരു പഠനമാണ്. എന്തിൻ്റെ പഠനമാണ്? മനുഷ്യർക്കിടയിലുണ്ടാകുന്ന ഒരു കൂട്ടം വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കുന്ന അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, അസുഖങ്ങളെക്കുറിച്ച് ഉള്ള പഠന രീതിയാണ്, പഠന ശാഖയാണ് എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ പഠിക്കുന്നവർ കൂടിയിട്ട് എന്തൊക്കെയാണ് അവിടെ നടത്തപ്പെടുന്നത്? ഇൻക്ലൂഡിങ് ദി സ്റ്റഡി ഓഫ് ഡിറ്റർമിനൻസ് ഇൻഫ്ലുവൻസിങ് സച്ച് പ്രോസസ്സ്. അസുഖങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പകരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കും. അതിന് രോഗകാരി എന്താണെന്ന് പഠിക്കും. അത് ഏത് തരത്തിലാണ് അത് പടരുന്നതെന്ന് പഠിക്കും. ഇത്തരം പഠനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദിസ് നോളജ് ടു കൺട്രോൾ റെലവൻറ്റ് ഹെൽത്ത് പ്രോബ്ലം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ആ അസുഖത്തെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ മറ്റ് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ക്രോഡീകരിക്കാനും ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ കഴിയും. അതാണ് എപ്പിഡെമിയോളജി അർത്ഥമാക്കുന്നത്. അപ്പോൾ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുമ്പോൾ എന്താണ്? ദി സ്റ്റഡി ഓഫ് ദി ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സ്. സ്റ്റഡി ഓഫ് ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സ്. ഹെൽത്ത് റിലേറ്റഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അസുഖങ്ങളാണ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, മറ്റുള്ള ആൾക്ക് പകരുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നത്. നമുക്ക് ജോൺ എം ലാസ്റ്റിൻ്റെ ഡെഫിനേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. കൂടാതെ എപ്പിഡെമിയോളജിക്ക് വേറെയും നിരവധി ഡെഫിനേഷനുകളുണ്ട്. നമുക്കത് 1 by 1 ആയിട്ട് പോവാം. അത് മറ്റ് നിർവചനങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ദാറ്റ് ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് വിച്ച് ട്രീറ്റ്സ് എപ്പിഡമിക്സ്. അത് പാർക്കിൻസിൻ്റെയാണ്. 1873 പാർക്കിൻസൺ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനാണ്. ദി ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് വിച്ച് ട്രീറ്റ്സ് എപ്പിഡമിക്സ്. എപ്പിഡമിക്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, മെഡിക്കൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ് എപ്പിഡെമിയോളജി പറയുന്നത്. അടുത്ത ഡെഫിനേഷനിൽ വരുമ്പോൾ ദ സയൻസ് ഓഫ് മാസ് ഫിനോമിന ഓഫ് ഇൻഫെഷ്യസ് ഡിസീസ്. ഇൻഫെഷ്യസ് പകർച്ചവ്യാധികളുടെ ഒരു മാസ് ഫിനോമിനയാണ് എപ്പിഡെമിയോളജി എന്ന് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, 1927 പറയുന്നത്. ഇനി അടുത്തൊരു ഡെഫിനേഷൻ ഉള്ളത് ദി സ്റ്റഡി ഓഫ് ഡിസീസ് ആൻഡ് ഡിസീസസ് ആസ് എ മാസ് ഫിനോമിനൻ. അസുഖങ്ങളും അതേപോലെ തന്നെ അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനം ആൻഡ് ഡിസീസ്, അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും അസുഖങ്ങളും എല്ലാം ഒരു മാസ് ഫിനോമിനൻ എന്നാണ് ഗ്രീൻവുഡ് പറഞ്ഞിരിക്കുന്നത്. 1934 ഗ്രീൻവുഡ് ഡെഫിനേഷൻ ചെയ്തിരിക്കുന്നത് ദി സ്റ്റഡി ഓഫ് ഡിസീസ്, എനി ഡിസീസസ് ആസ് എ മാസ് ഫിനോമിനൻ. ഇനി അടുത്ത ഒരു ഡെഫിനേഷൻ വരുന്നത് എന്താണ്? ദി സ്റ്റഡി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ് ഫ്രീക്വൻസി ഇൻ മാൻ. മനുഷ്യരിലേക്ക് പകരുന്ന ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ്, അത് മനുഷ്യരിലേക്ക് പകർത്തപ്പെടുന്നതും അതിൻ്റെ ഡിറ്റർമിനൻസും അതിൻ്റെ ഡിസീസ് ഫ്രീക്വൻസി ഇൻ മാൻ എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നുണ്ട് എപ്പിഡെമിയോളജി. അത് പറഞ്ഞിരിക്കുന്നത് മാക് മോഹനാണ്. 1960 ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് ജോൺ എം ലാസ്റ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ നമുക്ക് പഠിച്ചുകൊണ്ട് പോവാം.
ദി സ്റ്റഡി ഓഫ് ദി ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഈവൻറ്റ്സ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ് ഈസ് സ്പെസിഫൈഡ് പോപ്പുലേഷൻ. ഓക്കെ, അതിൻ്റെ ആ സ്റ്റഡി എന്തിനൊക്കെയാണ് ആ സ്റ്റഡി ഉപകരിക്കുന്നത്? നമുക്ക് ആ application of this knowledge control relevant health problems, ആ റിലവൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യാൻ ഈ സ്റ്റഡി കൊണ്ട് കഴിയും. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ജോൺ എം ലാസ്റ്റിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം മറ്റ് ഡെഫിനിഷനുകളും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരും വർഷവും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയിംസ് ഇല്ലേ, ഒരു എന്തൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കുറച്ച് ലക്ഷ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എപ്പിഡെമിയോളജി ആകുമ്പോൾ എപ്പിഡെമിയോളജിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ടു ഡിസ്ക്രൈബ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ അല്ലേ. ടു ഡിസ്ക്രൈബ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. മനുഷ്യരിൽ വന്നിരിക്കുന്ന അസുഖത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ അത് എത്രത്തോളം അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എപ്പിഡെമിയോളജി കൊണ്ട് നമുക്ക് കഴിയും. അടുത്തെന്താ പറയുന്നത്? ടു ഐഡൻറ്റിഫൈ എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദി പത്തോജനസിസ് ഡിസീസ്. റിസ്ക് ഫാക്ടറുകളെ കുറിച്ച് മനസ്സിലാക്കാൻ, റിസ്ക് ഫാക്ടറുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ എപ്പിഡെമിയോളജി കൊണ്ട് അറിയും. ഓരോ അസുഖത്തിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ എപ്പിഡെമിയോളജി കൊണ്ട് കഴിയും. അടുത്തെന്താ പറയുന്നത്? ടു പ്രൊവൈഡ് ദി ഡാറ്റ എസെൻഷ്യൽ ടു പ്ലാനിങ്. ഓക്കെ, നമ്മൾ എപ്പിഡെമിയോളജി പഠിക്കുമ്പോൾ, ഒരു അസുഖത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ആ പോപ്പുലേഷനിൽ എത്രത്തോളം അത് സ്പ്രെഡ് ആയിട്ടുണ്ട്, എത്ര പേർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ കണക്കുകൾ എന്തിന് ഉപകരിക്കും? അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ കൺട്രോൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത്തരം ഡാറ്റകൾ ഉപകരിക്കും. അത് എപ്പിഡെമിയോളജി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പറയുന്നത്? essential to planning, implementation and evaluation of service for the prevention, control and treatment of disease, and to setting up of priorities among those services. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റഡി കൊണ്ട് ലഭിക്കുന്ന ഡാറ്റകളെ കൊണ്ട് നമുക്ക് അടുത്ത ആരോഗ്യ പ്രവർത്തനങ്ങൾ, അതിന് പ്രിവെൻഷൻ, ആ ഒരു രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അത് പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും, പിന്നെ അതുപോലെ തന്നെ ഏതെല്ലാം ഗ്രൂപ്പിലെ ആളുകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ആളുകൾക്കാണ് അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും ഈ എപ്പിഡെമിയോളജി സ്റ്റഡി കൊണ്ട് നമുക്ക് കഴിയും. അപ്പം എപ്പിഡെമിയോളജിയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ കണ്ടു അല്ലേ. അപ്പോൾ അതിലും പ്രധാനമായിട്ടും സ്റ്റഡിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ കണക്ക് വിവരങ്ങൾ അറിയാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ കണക്ക് വിവരങ്ങൾ അറിയുള്ളൂ. അപ്പം ഈ ലക്ഷ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദീസ് എയിംസ് 3 rather different classes of epidemiological studies may be mentioned. 3 തരത്തിലുള്ള പഠനങ്ങളാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ നമുക്ക് ലഭ്യമാവുള്ളൂ. ഒരു അസുഖത്തെക്കുറിച്ചുള്ള 3 തരത്തിലുള്ള സ്റ്റഡീസ്, അത് കൃത്യമായിട്ട് ആ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഡാറ്റ ലഭിക്കുകയുള്ളൂ. ആ ഡാറ്റ വെച്ചിട്ട് വേണം നമുക്ക് പ്ലാനിങ് ചെയ്യാൻ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണം, പ്രയോറിറ്റി കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 സ്റ്റഡീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസാണ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് ആർ യൂഷ്വലി ദി ഫസ്റ്റ് ഫേസ് ഓഫ് ആൻ എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ആരംഭിക്കുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റഡിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. യൂഷ്വലി ദി ഫസ്റ്റ് ഫേസ് ഓഫ് ആൻ എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് ഫേസാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. ഒബ്സർവിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് ഓർ ഹെൽത്ത് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഒബ്സർവിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ്, ആ അസുഖത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം എത്രത്തോളം പേർക്ക്, അതിൻ്റെ വ്യാപനം എത്രത്തോളം ഉണ്ടായി, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആ ഒരു മോശം അവസ്ഥ എത്രത്തോളം പേർക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിലെ സ്റ്റഡീസ് വരുന്നത്. ഐഡൻറ്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് വിച്ച് ദി ഡിസീസ് ഇൻ ക്വസ്റ്റ്യൻ സിം ടു ബി അസോസിയേറ്റഡ്.
അല്ലേ? എങ്ങനെയൊക്കെയാണ് നമ്മളത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കും. അതുവഴിയാണ് നമുക്കിതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണ് വരുന്നത്? വെൻ ഈസ് എ ഡിസീസ് ഒക്കറിങ് എന്ന് പറഞ്ഞാൽ ടൈം ഡിസ്ട്രിബ്യൂഷനാണ്. എപ്പോഴാണ് ഇത് തുടങ്ങിയത്, ഈ അസുഖം ആരംഭിച്ചത് എപ്പോഴാണ്? വെൻ ഈസ് ദ ഡിസീസ് ഒക്കറിങ്, എപ്പോഴാണ് ഈ അസുഖം തുടങ്ങി എന്നുള്ള ക്വസ്റ്റ്യനിലൂടെ നമുക്ക് അതിന് ഫസ്റ്റ് ഫേസിൻ്റെ സ്റ്റഡി ആരംഭിക്കാം. അടുത്ത എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ഒക്കറിങ്, വേർ ഈസ് ഇറ്റ് ഒക്കറിങ്, എവിടെയാണ് ഈ അസുഖം? പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. എവിടെ വെച്ചാണ് ഈ അസുഖം കാണപ്പെട്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഈ അസുഖം പകർന്നു കിട്ടിയത്? ഇതാണ് ഇതിൻ്റെ സ്റ്റഡീസിൽ ആദ്യമേ നമുക്ക് ഈ ക്വസ്റ്റ്യനുകളാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. ഫസ്റ്റിൽ വരുന്നത് വെൻ ഈസ് ദ ഡിസീസ് ഒക്കറിങ്, എവിടെയാണ് അസുഖം ഉണ്ടായത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെ നിന്നാണ്? വാട്ട് ഈസ് ഇറ്റ് ഒക്കറിങ്, ഏത് സ്ഥലത്ത്, പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയത്? ആൻഡ് ലാസ്റ്റ് വരുന്നത് ഹൂ ഈസ് ഗെറ്റിംഗ് ദി ഡിസീസ്, ആർക്കാണ് ഈ അസുഖം ഫസ്റ്റിലേക്ക് കണ്ടു തുടങ്ങിയത്? പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് നമുക്ക് ആരംഭിക്കേണ്ടത്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. അത് പറയുന്നത് ഐഡൻറ്റിഫൈ, അതിൻ്റെ സവിശേഷതകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കേണ്ടത്. എന്തൊക്കെയാണ്? വെൻ ഈസ് എ ഡിസീസ് ഒക്കറിങ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷനാണ്. ഏത് സമയത്താണ്, എന്നാണ് ഈ അസുഖം കണ്ടു തുടങ്ങിയത്, കാണപ്പെട്ടത്. രണ്ടാമത് വരുന്നത് വേർ ഈസ് ഇറ്റ് ഒക്കറിങ്, എവിടെയാണ് ഈ അസുഖം കണ്ടു തുടങ്ങിയത്, എപ്പോഴാണ്, എവിടെയാണ്. അടുത്തത് വരുന്നത് ഹൂ ഈസ് ഗെറ്റിംഗ് ദി ഡിസീസ്, ആർക്കാണ് ഈ അസുഖം ആദ്യമായി കണ്ടു തുടങ്ങിയത്. ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ഡിഫൈനിങ് ദി പോപ്പുലേഷൻ ടു ബി സ്റ്റഡീഡ്. അപ്പം നമുക്കറിയാമല്ലേ, ഇത്രയും മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമുക്ക് ആ പോപ്പുലേഷനിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വെൻ ഈസ് ഡിസീസ് ഒക്കറിങ്, ആ ടൈം ഡിസ്ട്രിബ്യൂഷനിൽ ഡിഫൈനിങ് ദി പോപ്പുലേഷൻസ് ടു ബി സ്റ്റഡീഡ്. ആ സ്ഥലത്തെ നമ്മളിപ്പോൾ അറിയാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ ഏതാ? വേർ ഇസ് ദി ഇറ്റ് ഒക്കറിങ്, ആ പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ആ സ്ഥലത്തെ പോപ്പുലേഷനെ നമ്മൾ പഠനത്തിന് വിധേയമാക്കും. ഡിഫൈനിങ് ദി പോപ്പുലേഷൻ ടു ബി സ്റ്റഡീഡ്, ഇപ്പോൾ ഒരു അസുഖം വന്നിരിക്കുന്ന ആ സ്ഥലത്തെ ആളുകളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ഡിഫൈനിങ് ദി ഡിസീസ് അണ്ടർ സ്റ്റഡി, ആ അസുഖത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്ത് അസുഖമാണ് അവിടെ സ്പ്രെഡായിരിക്കുന്നത്, എന്ത് അസുഖമാണ് അവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച് അത് നമുക്ക് പഠനത്തിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഡിസ്ക്രൈബ് ദി ഡിസീസ് ബൈ, ആ അസുഖത്തിൻ്റെ സമയം, നേരത്തെ നമ്മൾ ഫസ്റ്റിൽ നോക്കിയതുപോലെ സ്ഥലം, പേഴ്സൺ, ആ അസുഖം ബാധിച്ചിരിക്കുന്ന വെൻ ഈസ് ദി ഡിസീസ് ഒക്കറിങ്, ആ ടൈം, എപ്പോഴാണ് അത് ഈ അസുഖം അവിടെ കണ്ടു തുടങ്ങിയത്. വേർ ഈസ് ഇറ്റ് ഒക്കറിങ്, എവിടെയാണ്, അതാണ് പ്ലേസ് എന്ന് പറയുന്നത്, പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, എവിടെ നിന്നാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഹൂ ഈസ് ഗെറ്റിംഗ് ദി ഡിസീസ്, ആർക്കാണ് ഈ അസുഖം ഫസ്റ്റിലെ കണ്ടു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഇനി അടുത്ത എന്താ? അപ്പോൾ നമ്മൾ അസുഖം കണ്ടെത്തി. മെഷർമെൻറ്റ് ഓഫ് ഡിസീസ്, ഈ അസുഖത്തിനെ നമ്മൾ അസുഖത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ വ്യാപന തോത് നമ്മൾ അളക്കുന്നു. കമ്പയറിങ് വിത്ത് നോൺ ഇൻഡീസ് ഫോർമുലേഷൻ ഓഫ് എറ്റിയോളജിക്കൽ ഹൈപ്പോത്തസിസ്, നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടറുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കണ്ടെത്താനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ വരുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിൻ്റെ പ്രൊസീജിയറുകൾ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. പ്രധാനമായിട്ടും മൂന്ന് ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. വെൻ ഈസ് ദി ഡിസീസ് ഒക്കറിങ്, അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷനാണ്, എപ്പോഴാണ് അത് അസുഖം കണ്ടു തുടങ്ങിയത്. വേർ ഈസ് ഇറ്റ് ഒക്കറിങ്, എവിടെയാണ് ഈ അസുഖം കണ്ടു തുടങ്ങിയത്, പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്, എവിടെയാണത് കണ്ടു തുടങ്ങിയത്. ഹൂ ഈസ് ഗെറ്റിംഗ് ഡിസീസ്, ആർക്കാണ് അസുഖം ഫസ്റ്റിലെ കണ്ടു തുടങ്ങിയത്. ഈ മൂന്ന് ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അനാലിറ്റിക്കൽ സ്റ്റഡിയാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഫേസാണ്, ഒരു അസുഖത്തിന് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഫേസാണ്. ഇനി രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പോൾ സെക്കൻഡ് മേജർ ടൈപ്പ് ഓഫ് എപ്പിഡിയമോളജിക്കൽ സ്റ്റഡീസാണ്. രണ്ടാമത്തെ ടൈപ്പാണ് വരുന്നത് അനാലിറ്റിക്കൽ സ്റ്റഡി. അനാലിറ്റിക്കൽ സ്റ്റഡി വരുന്നത് സെക്കൻഡ് മേജർ ടൈപ്പ് ഓഫ് എപ്പിഡിയമോളജിക്കൽ സ്റ്റഡീസാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ദ സബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ വിത്തിൻ ദി പോപ്പുലേഷൻ. സബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദി ഇൻഡിവിജ്വൽ വിത്തിൻ ദി പോപ്പുലേഷൻ. ആ ഒരു പോപ്പുലേഷനിലെ ഓരോ വ്യക്തികളെയും നമ്മൾ ഈ അനാലിറ്റിക്കൽ സ്റ്റഡിക്ക് വിധേയമാക്കും. ഇനി അതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പാണ് അതിൻ്റെ ഒബ്സർവേഷണൽ സ്റ്റഡീസ് വരുന്നത്.
ടു ഡിസ്റ്റിങ്ക്ട് ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. കേസ് കൺട്രോൾ സ്റ്റഡി ഇല്ല റെട്രോസ്പെക്റ്റീവ് സ്റ്റഡീസ് എന്നും കൂടി പറയും. അതിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കണം. കേസ് കൺട്രോൾ സ്റ്റഡിയുടെ മറ്റൊരു പേരാണ് റെട്രോസ്പെക്റ്റീവ് സ്റ്റഡീസ്. അതിനകത്ത് എന്താ വരുന്നത്? ഇൻവോൾവ്സ് ടു പോപ്പുലേഷൻസ്. കേസ് ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ എന്തൊക്കെയാണ് വരുന്നത്? രണ്ട് ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് കേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ വരുന്നുണ്ട്. ഫോക്കസ് ഓൺ ഡിസീസ് ഓർ സം അതർ ഹെൽത്ത് പ്രോബ്ലംസ് ദാറ്റ് ആൾറെഡി ഡെവലപ്ഡ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ. ഫോക്കസ് ഓൺ എ ഡിസീസ് ഓർ അതർ ഹെൽത്ത് പ്രോബ്ലംസ് ഹാസ് ബീൻ ആൾറെഡി ഡെവലപ്ഡ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് നമ്മളതിന് ഫോക്കസ് ചെയ്യും. അത് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുന്നത്. ദി പെർമനൻറ്റ് മെത്തേഡ് ഓഫ് എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പെർമനൻറ്റ് മെത്തേഡാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സിൽ വരുമ്പോൾ ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം ഡിസീസാണ് പറയുന്നത്. ഹൗ ഒക്കേഡ് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ദി സ്റ്റഡി. നമ്മൾ അതിൻ്റെ അനലിറ്റിക്കൽ സ്റ്റഡിയിൽ നമ്മൾ പഠിച്ചല്ലോ, 2 ടൈപ്പ് പോപ്പുലേഷനെയാണ് നമ്മൾ ഈ പഠനത്തിന് വിധേയമാക്കുന്നത്. ആരെയൊക്കെയാണ്? ബോത്ത് എക്സ്പോഷർ, അത് ആ അസുഖം ബാധിച്ചയാളും, ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം ഹൗ ഒക്കേഡ് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് സ്റ്റഡി. 2 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഈ പഠനത്തിൽ വിധേയമാക്കുന്നത്. എക്സ്പോഷർ, അതിൻ്റെ ആ രോഗത്തിൻ്റെ പഠനം സാധ്യതയുള്ള ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും, അതിനായിട്ട് അടുത്ത കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടാവും, രോഗിയായിട്ടുള്ള അടുത്ത കോണ്ടാക്റ്റ് ഉള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസീസ് ഉള്ള ആ ഉള്ളവരായിട്ടും അസുഖത്തെക്കുറിച്ചും ഉള്ള ഈ 2 ടൈപ്പിനെയാണ് നമ്മൾ അതിൻ്റെ പഠനത്തിന് വിധേയമാക്കുന്നത്. അസുഖത്തിനെയും അസുഖബാധിതരെയും നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. ദി സ്റ്റഡി പ്രൊസീജിയർ ബാക്ക്വേർഡ് ഫ്രം എഫക്റ്റ് ടു കോസ്. എന്താ ചെയ്യുന്നത്? സ്റ്റഡി പ്രൊസീഡ്സ് ബാക്ക്വേർഡ് ഫ്രം എഫക്റ്റ് ടു കോസ്. അതിൻ്റെ കാരണം കൂടെ നമ്മളത് പഠിച്ചെടുക്കും. അനലിറ്റിക്കൽ സ്റ്റഡിയിൽ അസുഖത്തിൻ്റെ കാരണങ്ങൾ കൂടി നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഇറ്റ് യൂസസ് കൺട്രോൾ ഓർ കമ്പാരിസൺ ഗ്രൂപ്പ് ടു സപ്പോർട്ട് ഓർ റെഫ്യൂട്ട് ദി ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസ് എ കൺട്രോൾ ഓർ കമ്പാരിസൺ ഗ്രൂപ്പ് ടു സപ്പോർട്ട് അല്ലേ? ഇത് കൺട്രോൾ ദി കമ്പാരിസൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗവുമായി അല്ലെങ്കിൽ രോഗിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരെയും കൂടെ നമ്മൾ ഈ പഠനത്തിന് വിധേയമാക്കും. കാരണം അവർക്ക് മറ്റ് ഈ അടുത്ത് ഇടപെടുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് കൂടെ നോക്കണം. ഇത് നമുക്ക് പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇറ്റ് യൂസ് കൺട്രോൾ ഓർ കമ്പാരിസൺ ഓഫ് ഗ്രൂപ്പ് ടു സപ്പോർട്ട് പറയുന്നത്. നമ്മളത് ഈ അനലിറ്റിക്കൽ സ്റ്റഡി ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് പകരുന്നില്ല എന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഇനി അടുത്തൊരു ഇതിൽ വരുന്നത്, അപ്പം നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത് വരുന്നതാണ് കൊഹോട്ട് സ്റ്റഡി. കൊഹോട്ട് സ്റ്റഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. അനദർ ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ സ്റ്റഡിയാണ്, ഒബ്സർവേഷണലാണ്. അതിന് പറയുന്ന പേരാണ് കൊഹോട്ട് സ്റ്റഡി. ഈ കൊഹോട്ട് സ്റ്റഡിയിൽ എന്താ ചെയ്യുന്നത്? ആൾസോ നോൺ ആസ് പ്രൊസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് കൂടെ പറയുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി, ഇൻസിഡൻറ്റ് സ്റ്റഡി, ഫോർവേഡ് ലുക്കിംഗ് സ്റ്റഡി എന്നൊക്കെ പറയുന്നുണ്ട്. യൂഷ്വലി അണ്ടർടേക്കൻ ടു ഒബ്റ്റെയിൻ അഡീഷണൽ എവിഡൻസ് ടു റെഫ്യൂട്ട് ഓർ സപ്പോർട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ സസ്പെക്റ്റഡ് കേസ് ആൻഡ് ഡിസീസ്. അതാണ് പറയുന്നത് കൊഹോട്ട് സ്റ്റഡിയിൽ പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കൊഹോട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ദി കൊഹോട്ട് ആർ ഐഡൻറ്റിഫൈഡ് പ്രയർ ടു ദി അപ്പിയറൻസ് ഓഫ് ഡിസീസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. Okay, the study group so defined are observed over a period of time to determine the frequency of disease among them. The study process forward from case to effect. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്? The cohort are identified prior to the appearance of disease under investigation. അസുഖം വരുന്നതിന് മുന്നേ, അതല്ലേ പറയുന്നത്, prior to appearance of disease under investigation. അസുഖം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ, ആ ഒരു വ്യക്തിയെ നമ്മൾ പഠനത്തിന് വിധേയമാക്കും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡിയാണ് കൊഹോട്ട് സ്റ്റഡി എന്ന് പറയുന്നത്.
ഓക്കെ, ദി സ്റ്റഡി വിച്ച് യൂഷ്വലി അണ്ടർടേക്കൺ ടു ഒബ്റ്റെയിൻ അഡീഷണൽ എവിഡൻസ് ടു റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റഡിയാണ് കൊഹോർട്ട് സ്റ്റഡി. ദി സ്റ്റഡി ഗ്രൂപ്പ്സ് സോ ഡിഫൈൻഡ് ആർ ഒബ്സർവ്ഡ് ഓർ എ പീരീഡ് ഓഫ് ടൈം ഡിറ്റർമിനൻസ് ദി ഫ്രീക്വൻസി ഓഫ് ഡിസീസ് എമംഗ് ദം. ആ അസുഖം അവിടെ വന്നു ചേരുന്നതിന് മുന്നേ ഒബ്സർവ്ഡ് ഓവർ എ പീരീഡ് ടൈം ടു ഡിറ്റർമിൻ ദി ഫ്രീക്വൻസി ഓഫ് ഡിസീസ് എമംഗ് ദം. ആ അസുഖം അവിടെ വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പിലെ ഒരു അസുഖം ബാധിച്ചു തുടങ്ങിയാൽ നമ്മൾ അതിൻ്റെ അസുഖം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ നമ്മൾ കൊഹോർട്ട് സ്റ്റഡിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുമായി റിലേറ്റീവ് ആയി നിൽക്കുന്ന പോപ്പുലേഷനിൽ നമ്മൾ ഈ സ്റ്റഡി നടത്തും. അതാണ് പറയുന്നത് പ്രയർ ടു ദി അപ്പിയറൻസ് ഓഫ് ഡിസീസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. മറ്റുള്ളവർക്കും ഈ അസുഖം വരാത്ത രീതിയിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊഹോർട്ട് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. ദി സ്റ്റഡി പ്രൊസീഡ് ഫോർവേഡ് ഫ്രം കേസ് ടു എഫക്റ്റ്. ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് എന്ന് പറഞ്ഞാൽ അസുഖബാധിതമായിട്ടുള്ളതാണ്. ഇവരുമായി കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുള്ളവരെല്ലാവരെയും നമ്മൾ ഈ പഠനത്തിന് വിധേയമാക്കും. കേസ് ടു എഫക്റ്റ്, അത് ബാധിക്കാൻ ഇടയുള്ള സാധ്യതയുള്ള എല്ലാവരിലും നമുക്ക് ഇത്തരം പഠനങ്ങൾ നടത്തി അതിൻ്റെ കണക്കെടുപ്പുകൾ കൃത്യമായിട്ട് എടുക്കും. ഇതാണ് കോഹോർട്ട് സ്റ്റഡിയിൽ പറയുന്നത്. ഇത്രയും ഈ ഡീറ്റെയിൽസുകളെല്ലാം വളരെ ഷോർട്ടായിട്ടാണ് ക്ലാസ്സുകളിൽ പറയുന്നത്. നമുക്ക് ഇത്രയും ഈ പോയിൻ്റ് വൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ കേസ് കൺട്രോൾ സ്റ്റഡിയിൽ തന്നെ അതിന് കേസ് എന്താണെന്ന് അറിയണം, കൺട്രോൾ എന്താണെന്ന് അറിയണം. ഇതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല, ചോദ്യത്തിൽ പരീക്ഷയിൽ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെയിൻ പോയിന്റുകൾ മാത്രമായിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റഡി ഏതാ വരുന്നത്? എക്സ്പെരിമെൻ്റൽ ഓർ ഇൻ്റർവെൻഷണൽ സ്റ്റഡീസ് വരുന്നുണ്ട്. എക്സ്പെരിമെൻ്റൽ ഓർ ഇൻ്റർവെൻഷണൽ സ്റ്റഡീസാണ് മൂന്നാമത്തെ സ്റ്റഡീസിൽ വരുന്നത്. അപ്പം അവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ദി സ്റ്റഡി ഓഫ് എപ്പിഡമിക് among colonies of experimental animals such as rats and mice. പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പഠനം എന്ന് പറയില്ലേ, സ്റ്റഡി ഓഫ് എപ്പിഡമിക്സ് എമംഗ് കോളനീസ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആനിമൽസ്. അതിന് അനിമൽസ് എന്തൊക്കെയാണ്? ഇപ്പം റാറ്റ്സ്, അതുപോലെ തന്നെ മൈസ്, ഇതിലെല്ലാം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അതും നമുക്ക് എന്തിനാണ് എപ്പിഡെമിയോളജിയുടെ കൃത്യമായിട്ടുള്ള പഠനത്തിന് എപ്പിഡെമിയോളജി സ്റ്റഡീസ് വരുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഓർ ഇൻ്റർവെൻഷണൽ സ്റ്റഡീസ്. അത് ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആനിമൽസിൻ്റെ കോളനീസിലാണ് ഈ പഠനം നടത്തുന്നത്. സ്റ്റഡി ഓഫ് എപ്പിഡമിക്സ് എമംഗ് കോളനീസ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആനിമൽസ് സച്ച് ആസ് റാറ്റ്സ് ആൻഡ് മൈസ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് സയൻറ്റിഫിക് പ്രൂഫ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് മേ പെർമിറ്റ് ദി മോഡിഫിക്കേഷൻ ഓർ കൺട്രോൾ ഓഫ് ദി ഡിസീസ്. എന്തിനാണ്? പ്രൊവൈഡ് സയൻറ്റിഫിക് പ്രൂഫ്, നമുക്ക് തെളിവുകളാണ് ലഭിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഈ എലികളിൽ പഠനം നടത്തുന്നത് എന്താണ്? നമുക്ക് ലെപ്റ്റോസ്പൈറോസിസ് എലികളാണ് പരത്തുന്നത്. അതുപോലെ അത്തരത്തിലുള്ള പഠനം നടത്തുമ്പോൾ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് കിട്ടണം. അതിൻ്റെ റിസ്ക് ഫാക്ടറിൻ്റെ പ്രൂഫ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് നടത്തുന്നത്. അത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഈ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഇപ്പം അതിൻ്റെ അസുഖം കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അത് മെഡിസിൻ ആണെങ്കിലും കൂടെ, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിലും കൂടെ അത് മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടറുകൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് ലഭിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മോഡിഫിക്കേഷൻ കൃത്യമായിട്ട് ആ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയും. അതാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഫസ്റ്റിലെ പറയുന്നത്. To provide a method of measuring effectiveness and efficiency of health service for prevention, control and treatment of disease and improve the health of community. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടി എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് മെത്തേഡ് ഓഫ് മെഷറിങ് ദി എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് സർവീസ്. ആരോഗ്യ പ്രവർത്തനങ്ങളുടെ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ്സും അത് മനസ്സിലാക്കാനും അതിനെ നമുക്ക് ഓരോ മെത്തേഡുകൾ, ഇപ്പോൾ ഓരോ അസുഖങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം മെത്തേഡുകളുണ്ട്. ആ നമ്മൾ അവലംബിച്ചിരിക്കുന്ന മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള സ്റ്റഡീസ് വഴി നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടറുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ആ അസുഖം കൺട്രോൾ ചെയ്യാനും തടയാനും അതിൻ്റെ കൺട്രോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടിയും ഒരു ബലവത്തായിട്ടുള്ള രീതിയിലുള്ള
ഒരു എഫക്റ്റീവ്നെസ് നല്ല കാര്യക്ഷമമായി നടത്താനും ഇത്തരം സ്റ്റഡീസിനെ കൊണ്ട് നമുക്ക് കഴിയും. അതുവഴി എന്തുണ്ടാക്കാൻ പറ്റും? ഇംപ്രൂവ് ദി ഹെൽത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആരോഗ്യ നിലവാരം ഉയർത്താൻ വേണ്ടി ഇത്തരം സ്റ്റഡികൾ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ദി അൾട്ടിമേറ്റ് എയിം ഓഫ് എപ്പിഡെമിയോളജി ഈസ് ടു ലീഡ് ദി എഫക്റ്റീവ് ആക്ഷൻ. എപ്പിഡെമിയോളജി സ്റ്റഡീസിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്? ദി അൾട്ടിമേറ്റ് എയിം ഓഫ് എപ്പിഡെമിയോളജി ഈസ് ടു ലീഡ് ദി എഫക്റ്റീവ് ആക്ഷൻ. എന്തിനൊക്കെയാണ്? ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദി ഹെൽത്ത് പ്രോബ്ലംസ് ഓർ ഇറ്റ്സ് കോൺസിക്വൻസസ്. നമുക്ക് ഇല്ലായ്മ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഏതൊരു അസുഖത്തെയും ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനോ ഉള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ, ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ദി ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് കോൺസിക്വൻസസ്. അപ്പോൾ അതിൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഭീകരത കുറയ്ക്കാനും വേണ്ടി നമുക്ക് ഈ എപ്പിഡെമിയോളജിക്കൽ പഠനം കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താ? ടു പ്രൊമോട്ട് ദി ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് സൊസൈറ്റി ആസ് എ ഹോൾ. നമുക്ക് ഒരു സൊസൈറ്റിയുടെ ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അവരുടെ ആരോഗ്യ നിലവാരം, വെൽബീയിങ്, ഒരു ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എപ്പിഡെമിയോളജിയുടെ അടിസ്ഥാനമായിട്ടുള്ള 3 സ്റ്റഡീസിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇൻഫെക്ഷ്യസ് പകർച്ചവ്യാധികളുടെ എപ്പിഡെമിയോളജി പഠിക്കുന്നത് വഴി, നമുക്കതിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച് പഠിക്കുന്നത് വഴി നമുക്ക് അസുഖത്തെ കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കുറച്ചും കൂടി കാര്യക്ഷമമായി നല്ല രീതിയിൽ നടത്താനും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എല്ലാത്തിനും സാധ്യമാണ് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി ഉപയോഗിച്ചിട്ട്. അപ്പം ഇത് നമ്മൾ ഈ ഒരു എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി എന്നുകൊണ്ട് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന ക്ലാസ്സുകളിലേക്ക് ഒരു മുന്നോടിയായിട്ടാണ്, ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വേണ്ടിയിട്ടാണ് എപ്പിഡെമിയോളജി ക്ലാസ്. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും പ്രധാനമായിട്ടുള്ള 3 സ്റ്റഡി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, അനലിറ്റിക് സ്റ്റഡി, അതുപോലെ തന്നെ ഒബ്സർവേഷൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ഈ 3 സ്റ്റഡിയാണ് നമ്മളൊരു അസുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ അസുഖത്തിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് ആ പ്രത്യേക സ്ഥലത്തെ ആ പോപ്പുലേഷനിൽ വന്നിരിക്കുന്ന അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ കൺട്രോൾ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാനും സാധിക്കുന്നത്.